അപ്പോൾ ഇന്നൊരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കസ്റ്റാർഡ് വേണം കേട്ടോ. അപ്പോൾ സോസ് പാനിലേക്ക് ഇതാ ഒരു 4 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് ഒന്ന് കലക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കവർ പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇത്തിരി ടേസ്റ്റ് ആവട്ടെ എന്ന് വിചാരിച്ച് ഇതാ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ബാക്കി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതാ ഫ്ലെയിമൊക്കെ ഓണാക്കിയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. ആവശ്യത്തിന് തിക്കാക്കി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കുക. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് തണുക്കട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നട്ട്സ് ഒന്നും എടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആൽമണ്ട്സും കാഷ്യൂനട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ ഒരു 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പുഡിംഗ് ട്രേക്ക് അനുസരിച്ച് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ രീതിയിലൊന്ന് ബേസായിട്ട് നമുക്ക് ബ്രെഡിൻ്റെ പീസസ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് കുതിർന്ന് കിട്ടണം. ഇനി ഇടയിലായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എത്ര ലെയറാണോ വേണ്ടത് അതേപോലെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ബ്രെഡ് പീസ് വെച്ച് കൊടുക്കുക, കസ്റ്റാർഡിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുക, നെക്സ്റ്റ് നട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ സ്കൂളൊക്കെ വിട്ട് ഞാൻ രാത്രി ആയപ്പോഴാണ് ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഐറയും ഐശയൊക്കെ ഉണ്ട്. ഐശയുണ്ട് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ പുഡിംഗ് ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ ഐറാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഐറ ഓക്കെ പറഞ്ഞപ്പോൾ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട.